ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹൂപ്പ് ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നോക്കാം. ആദ്യം ഞാനൊരു ഹൂപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞ് സൈസ് ഹൂപ്പാണ്. പിന്നെ ജൂട്ട് റോൾ എടുത്തിട്ടുണ്ട്. ഒരു റിബൺ വേണം. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വേണം. ഇത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണാണ്. ഇനി ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ഫെവിക്കോളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ജൂട്ട് റോപ്പ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഈ ഹൂപ്പിൽ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന പോലെ നല്ലോണം ടൈറ്റായിട്ട് ചുറ്റുക. എന്നിട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവിക്കോളും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഗ്ലൂ തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഈ ഒരു പോർഷനിൽ നല്ല ടൈറ്റായിട്ട് ആ റോപ്പ് അങ്ങ് ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ എൻഡ് ഭാഗം എത്തുമ്പം ഞാൻ ആദ്യം കാണിച്ച പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അത് അഴിയില്ല. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിലൊരു ബെൽ ഐക്കൺ ഉണ്ട്. അപ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ ഇതല്ലാണ്ട് വീഡിയോസ് അല്ലാണ്ട് എൻ്റെ എല്ലാ പോസ്റ്റും ക്രാഫ്റ്റ് ജീക്കിൻ്റെ എല്ലാ പോസ്റ്റും കാര്യങ്ങളും ഞാൻ അവിടെയാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും അവിടെ മെസ്സേജ് ചെയ്താലും മതി. ഇപ്പം ഞാൻ ഈ റോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എൻഡിൽ ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ള ഹൂപ്പ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം റൈറ്റ് സൈഡ് മാത്രമായിട്ട് സ്റ്റിക്ക് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ പിന്നെ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് നടുക്ക് വരെ ആയി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒരു സൈഡായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ താഴെ മിഡിൽ പോർഷനായിട്ട് സ്റ്റിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചും കൂടി വലിയ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിലും നല്ലതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഉണ്ടായിരുന്നത്. ഈ ഫ്ലവേഴ്സ് ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഫ്ലവേഴ്സ് പ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചാലാണ് ഭംഗി, ലീഫ് എവിടെ വെച്ചാലായിരിക്കും ഭംഗി, ഇതൊക്കെ നോക്കിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലവറൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്ത ആ മുകളിലത്തെ ആ ഹുക്കിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഈ റിബൺ വെച്ച് കവർ ചെയ്യാം. അപ്പോൾ അതിന് ഞാനൊരു ബോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒരു എൻ്റെ കൈൻ്റെ ആ ഒരു ലെങ്ത്ത് വെച്ചിട്ടും ഒരു ഏകദേശം സൈസാണ് ഞാൻ എടുക്കുന്നുള്ളത്. അപ്പം ഇതേപോലെ സെയിം സൈസിൽ 2 റിബൺ കട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു സൂചിയും നൂലും എടുക്കുക. നൂലെടുക്കുമ്പോൾ നിങ്ങൾ ഏത് കളറ് റിബണാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള സെയിം കളറിലെ ത്രെഡ് എടുത്താലും മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ആ ത്രെഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കളറ് ചൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ പീസിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച ശേഷം ഇതേപോലെ പ്ലേസ് ചെയ്യുക, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ കൂടിയിട്ട് വേണം നമ്മൾ
സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റിബണിൻ്റെ 2 എൻഡും ഒരുമിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൂചി ഈ 2 എൻഡിൻ്റെയും നടുക്കും കൂടി വേണം പാസ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇത് ഇളകി പുറത്തേക്ക് വരും. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്യാം. ഇനിയിപ്പോൾ വൺസ് ഫസ്റ്റ് പാർട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് രണ്ടാമത്തെ പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനും സെയിം അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതേപോലെ വേണം പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെ വെച്ച ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അത് തിരിഞ്ഞ് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ആ ഡിസൈൻ ഫ്രണ്ടിലേക്കായിട്ട് വരിക. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി ഇത്രയും ചെയ്ത ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ ത്രെഡ് മെല്ലെ വലിക്കുക. അപ്പോൾ അതിങ്ങനെ വലിക്കുമ്പം ഇതേപോലെ നമുക്കൊരു നല്ല നീറ്റായിട്ടുള്ളൊരു ബോ ഫോം ചെയ്ത് കിട്ടും. അപ്പോൾ അത് നല്ല കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഈ ത്രെഡ് നമ്മളതിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്ക് കൂടിയിട്ട് കവർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ബോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഈ ഹൂപ്പിൻ്റെ ആ ഹുക്ക് ഭാഗം കവർ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതേപോലെ ഈ റിബണിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് ഹൂപ്പിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം കൂടിയും ചെയ്യുന്നുണ്ട്. ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നൂലിളകില്ല. അപ്പോൾ ഇനി ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻറ്റിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഓൾറെഡി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോൻ്റെ മിഡ് പാർട്ടിൽ ഒരു പേളോ അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ന്യൂവോ ഡ്രോപ്സ് എന്ന് പറയുന്ന പേൾ ഡ്രോപ്സ് ആണിത്. ഇത് യൂസ് ചെയ്തിട്ട് ഇത് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആവാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യുന്ന സ്റ്റോൺസോ അല്ലെങ്കിൽ പേൾസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇപ്പം നമ്മളെ ഹൂപ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.